നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാവും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂടെ കട്ടക്ക് കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേര്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും വി റിയലൈസ് ദാറ്റ് ദേ വർ അവർ ലവ്ഡ് വൺസ് ബട്ട് വി വർ നെവർ ദേഴ്സ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹേർട്ടാവുന്ന മൊമെൻ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ ഇൻറ്റൻഷനൊക്കെ പ്യുവർ ആയിരുന്നിട്ടുണ്ടാവും, പക്ഷെ മറ്റുള്ളവരത് വേറൊരു കണ്ണിലൂടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. It hurts because you are not fighting what you did, you are fighting what people think you meant. And it hurts even worse when it comes from the ones we love. നമുക്ക് കേൾക്കാൻ ഒരാളുണ്ടാവാന്ന് പറയുന്നത് അണ്ടർ റേറ്റഡ് അല്ലേ? നോട്ട് ഗിവിങ് us advice, not trying to fix anything, not judging, but simply being there and hearing you out. ആ മൊമെൻറ്റിൽ we feel lighter, understood and less alone. ജോഷ് ബില്ലിങ്സ് ഒരു ബ്യൂട്ടിഫുൾ കോട്ട് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ഓഫ് ദ ട്രബിൾസ് ഓഫ് ദിസ് ലൈഫ് ക്യാൻ ബി ട്രേസ്ഡ് ടു സേയിങ് യെസ് ടു ക്വിക്ക്ലി ആൻഡ് നോട്ട് സേയിങ് നോ സൂൺ ഇനഫ്. ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ യെസ് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ കൊടുക്കേണ്ട വില നമ്മൾ സന്തോഷവും സമാധാനവും ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ ഇഫ് എ യെസ് സ്റ്റീൽസ് യുവർ പീസ് ആൻഡ് ഹാപ്പിനെസ്, ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? അല്ല അല്ലേ? സോ ലെറ്റ്സ് ലേൺ ടു സേ നോ to the things we truly don't like. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അല്ലേ? അതിനു വേണ്ടി നമ്മൾ ഡെയിലി സംസാരിക്കണം എന്നൊന്നുമില്ല. ബട്ട് വെൻ വി ഡു, ഇറ്റ് ഫീൽസ് ലൈക്ക് നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. നമ്മുടെ ലൈഫ് ഒന്ന് ഹെവി ആയി എന്ന് തോന്നുമ്പോൾ വി ക്യാൻ റൺ ടു ദം. ദേ വിൽ ലിസൺ, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് നെവർ ജഡ്ജ്. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് റെയറാണ്, പക്ഷെ ആ റെയർനെസ് തന്നെയാണ് അതിനെ പ്രഷ്യസ് ആക്കുന്നത് അല്ലേ? റെസ്പെക്റ്റ് നമ്മൾ ഡിമാൻഡ് ചെയ്ത് കിട്ടുന്നൊരു സാധനമല്ല. എല്ലാ ഹ്യൂമൻ ബീയിങ്ങും ഒരു ബേസിക് ലെവൽ ഓഫ് റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആ പേഴ്സൻ്റെ ആക്ഷൻ റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ്. ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ലെസ് അബൌട്ട് ടൈറ്റിൽ ഓർ ഏജ്. ഇറ്റ്സ് മോർ അബൌട്ട് അവരുടെ പ്രവൃത്തി, അവരുടെ കൈൻഡ്നെസ്, അവർ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി അല്ലേ? ലൈഫ് ഒരു ജേണിയാണ്. അതിൽ വരുന്ന എല്ലാവരും ഫോർ എവർ അല്ല. ചിലവർ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും വരുന്നത്. ഈ ജേണിയിൽ നമ്മളെ കൂടെ വരുന്ന കുറേ പേരുണ്ട്, എന്നാൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന കുറേ പേരുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു ചേഞ്ചെങ്കിലും വരുത്തിയിട്ടുണ്ട് അല്ലേ? റെസ്പെക്റ്റിംഗ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് ആൾക്കാരെ തള്ളിക്കളയുന്നതല്ല. ഇറ്റ്സ് അബൌട്ട് വാല്യൂയിങ് ദം ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് വെയർ ദെയർ കംഫർട്ട് ബിഗിൻസ് ആൻഡ് എൻഡ്സ്. നമ്മൾ ഒരാളെ ബൗണ്ടറി റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവരുടെ ഫീലിങ്സും സ്പേസും ചോയ്സൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ആസ് മച്ച് ആസ് അവർ ഓൺ. റഷ്യനിലൊരു വേർഡ് ഉണ്ട്, ടോസ്ക. ഇത് റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മീൻസ് സാഡ്നെസ് അല്ലെങ്കിൽ മോൺഫുൾനെസ്. പക്ഷേ ഈ വേർഡ്സ് ഒന്നും ഇതിൻ്റെ ഫുൾ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല. ടോസ്കൊക്കെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ലോവർ ലെവൽ അൻവി. അത് നമ്മളെ ബോർഡും റെസ്റ്റ്ലെസ്നെസ്സും ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ, നമ്മുടെ സോളിനുണ്ടാവുന്ന ഒരു ഡൾ ഏക്ക്. ഇത് കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രീം ആകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഫീലിംഗ് എ ഡീപ്പ് ലോങ്ങിങ് ബട്ട് നോട്ട് ഈവൻ നോയിങ് വാട്ട് യു ആർ ലോങ്ങിങ് ഫോർ. ചില സമയത്ത് ആരെങ്കിലും മിസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളത് മിസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് എ പെയിൻഫുൾ ക്രേവിങ്. ഇതിൻ്റെ ഡീപ്പസ്റ്റ് it's a feeling of intense spiritual pain, often with no clear reason why. നമ്മൾ ഈയിടെയായി കേൾക്കുന്നൊരു വേർഡാണ് മാനിഫെസ്റ്റേഷൻ അല്ലേ? അത് ശരിക്കും ഉള്ളതാണോ, അല്ലെങ്കിൽ അത് വർക്ക് ആവുമെന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ മൈൻഡിൽ കൂടെ ഒന്ന് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് അത് എന്താണെന്ന് നോക്കിയാലോ? മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളെ തോട്ട്സും നമ്മളെ ബിലീഫ്സും നമ്മളെ റിയാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നതാണ്. ഇത് മാജിക് ഒന്നുമല്ല കേട്ടോ. ഇത് നമുക്ക് എന്താ വേണ്ടതെന്നുള്ള അറിവും അത് നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസവും അതിന് നേരെ നമ്മളെ പരിശ്രമവുമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഇമാജിൻ നമുക്കൊരു ജോബ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളത് വിഷ്വലൈസ് ചെയ്തു, നമുക്കത് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അതിന് നേരെ നമ്മളെ സ്റ്റെപ്സും നീക്കി. എങ്ങനെയാണ് നമ്മളതിനു വേണ്ടി പഠിച്ചു, അപ്ലൈ ചെയ്തു. ഇതാണ് മാനിഫെസ്റ്റേഷൻ ഇൻ ആക്ഷൻ. സോ യെസ്, ഇറ്റ് വർക്ക്സ്. പക്ഷെ നമ്മൾ ഇതിനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ഫോക്കസും നമ്മളെ ബിലീഫും അതേപോലെ തന്നെ നമ്മളെ പരിശ്രമവും വേണം.
നമുക്ക് ഇന്ന് മുതൽ നമ്മളെ മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മളെ റിയാലിറ്റിനെ ഷേപ്പ് ചെയ്യണമെന്ന് നോക്കിയാലോ. നമ്മൾ മനുഷ്യർക്ക് ഒരു സ്ട്രേഞ്ച് ഹാബിറ്റ് ഉണ്ട്. നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ പലതിൻ്റെയും വാല്യൂ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അത് എന്തോ ആവാം, ഒരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്മൈൽ, ഈവൻ ഒരു സാധാരണ ദിവസം പോലും. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രൈസ്ലെസ് ആയി തോന്നും വൺസ് ദേ ആർ ഗോൺ, അല്ലേ? പക്ഷെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് കാത്തിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കാത്തിക്കുന്നത്? വൈ വെയിറ്റ് ഫോർ ദ എൻഡിങ് ടു റിയലൈസ് ദ ബ്യൂട്ടി ഓഫ് വാട്ട് വി ഹാഡ്? മേ ബി ഇന്നായിരിക്കും റൈറ്റ് ടൈം, അല്ലേ, ടു സ്റ്റാർട്ട് വാല്യൂയിങ് വാട്ട്സ് ഓൾറെഡി ഇൻ അവർ ഹാൻഡ്. ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് വിധിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് വിധിക്കപ്പെട്ടതൊന്നും നമുക്ക് നഷ്ടപ്പെടുകയില്ല. നമുക്ക് വേണ്ടി വിധിക്കപ്പെട്ടതാണെങ്കിൽ അത് 2 മലകൾക്കടിയിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് ലഭിക്കും. നമുക്ക് വിധിക്കപ്പെടാത്തത് നമ്മുടെ 2 ചുണ്ടുകൾക്കിടയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ലഭിക്കുകയില്ല. ലൈഫ് ഒരു ജേണിയാണ്. അതിൽ വരുന്ന എല്ലാവരും ഫോർ എവർ അല്ല. ചിലവർ നമുക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും വരുന്നത്. ഈ ജേണിയിൽ നമ്മളെ കൂടെ വരുന്ന കുറേ പേരുണ്ട്, എന്നാൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന കുറേ പേരുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു ചേഞ്ചെങ്കിലും വരുത്തിയിട്ടുണ്ട്, അല്ലേ? ഈ ലോകത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ കാര്യം എന്താണെന്നറിയോ? അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കാൻ തുടങ്ങുമ്പോൾ, അവർ ചെയ്ത തെറ്റിലൂടെ അവരെ കാണാതെ അവർ കടന്നു പോയിരിക്കുന്ന സ്ട്രഗിൾസിലൂടെ അവരെ കാണുമ്പോൾ, അപ്പോഴല്ലേ റിയൽ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ദ ട്രൂത്ത് ഈസ് everyone is carrying something we don't see. So choosing to understand can change everything. Because in the end, understanding is another form of love.